പറഞ്ഞാൽ ഈ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ B.Ed ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും 2 അക്ഷരമുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ട് വല്ല ഫോർച്യൂണറോ ഓഡിയോ എടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന 4 ഹോൺ അടിക്കും. അയാളിങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവും, കൂളിംഗ് ഗ്ലാസ് കഴിക്കും, കാറിന് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തും. അപ്പോഴാണ് ഇയാളുടെ ഈ ചെറുപ്പക്കാരന് ആകെ 28 വയസ്സായിട്ടുണ്ടാവും. ഇയാളുടെ ഉപ്പാപ്പയാവാൻ പ്രായമുള്ള പാവം മനുഷ്യനായിരിക്കും ഗേറ്റ് കീപ്പർ. കാല് മുളന്തുള്ള മനുഷ്യനായിരിക്കും, കാലിങ്ങനെ വേച്ച് നടക്കണ്ടാവും. ആ ഗേറ്റ് കീപ്പർക്ക് ഒരു ജയിൽ കൂട് പോലത്തെ ഒരു കൂട്ടിലായിരിക്കും താമസം ഉണ്ടാവുക. അയാളുടെ ഭാര്യയും മക്കളും അയാളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു 6000-ന് 8000-ന് ജോലിയായിരിക്കും. അയാളിങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് മൂപ്പരിങ്ങനെ ഭയങ്കരമായിട്ട് ഷൂട്ടിങ്. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ധിക്കാരികളായി മാറുന്നത്? ഈ ധാർഷ്ട്യ സ്വഭാവം ഈ കുട്ടിയൊക്കെ എവിടെ നിന്ന് കിട്ടണത്? വീട്ടിൽ നിന്ന് അതവ് കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും നല്ല ഡിവൈസും കൊടുത്തു മാത്രമല്ലാതെ വേറെ ഒരു സാധനവും കിട്ടിയിട്ടില്ല. വീട്ടിലുള്ളത് പോലെയാണ് കുട്ടികൾ നന്നാവലും മോശാവലൊക്കെ. അങ്ങനെ സംഭവിക്കരുത്. ചെറിയ കാലത്ത് തന്നെ ഉസ്താദ്മാർ വന്നാൽ എന്തോ മോനെ സോഫമേൽ കാലൊക്കെ കയറ്റിയിട്ടിരിക്കുന്നത് താഴ്ത്ത് അത് വേണ്ടേ? കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അതവ് നന്നായിട്ട് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം നല്ല അതവ് പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്തൊരു സൗന്ദര്യമുള്ള ഹദീസാണ് നോക്കി. ഒരു ഉപ്പ ഒരു ഉമ്മ മക്കളോട് ഇഷ്ടമുള്ള ഉപ്പയുമ്മയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് നല്ല അതവുകളാണ്.